ഹിസ് മൈൻഡ് പാർട്ട് 60. ആരാ, എന്ത് വേണം? ജേക്കബിൻ്റെ പിടിയിൽ വേദന അഭിനയിച്ചു നിൽക്കുന്ന മഞ്ജുവിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ള ആദിയുടെ ചോദ്യം കേട്ടപ്പോൾ അവൾ അവിശ്വാസത്തോടെ അവനെ നോക്കി. പക്ഷേ എന്നിരുന്നാലും വിട്ടുകൊടുക്കാൻ വയ്യെന്ന പോലെ അവൾ നന്നായി അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചു. ജേക്കബ് ആണെങ്കിൽ ഒത്ത തലയെടുപ്പോടെ ലവലേശം പോലും പേടിയില്ലാതെ തൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ആദിയെ നോക്കി നിൽക്കുകയാണ്. എന്താ, ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ? താൻ ആരാണെന്ന്? എന്തിനാണ് ഇവളെയും കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനൊരു അഭിനയം? ഒട്ടും മുഖവരയില്ലാതെയുള്ള അവൻ്റെ ചോദ്യത്തിന് മുന്നിൽ അയാളും ഒന്ന് പതറിപ്പോയെങ്കിലും എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് സാറയെ കൊണ്ടുപോകണമെന്ന ചിന്ത വന്നപ്പോൾ മഞ്ജിമയിലെ പിടിവിട്ടുകൊണ്ട് അയാൾ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിലും ദേ ഇവൾക്കും നിന്റെ കൂടെയുള്ള ആ പെണ്ണിനും നന്നായി അറിയാമായിരിക്കും ഞാൻ ആരാണെന്ന്. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അയാൾ ആദിയെ നോക്കിയപ്പോൾ ആദി സംശയത്തോടെ അയാളെ നോക്കി നിൽപ്പായിരുന്നു. ആദി, ഇത് വേണ്ട, നീ ഒന്നും പറയണ്ട. പറയാനുള്ളതൊക്കെ ഇയാൾ പറഞ്ഞാൽ മതി. ആദിയെ നോക്കി കരഞ്ഞുകൊണ്ട് മഞ്ജു അവൻ്റെ അരികിൽ ചെല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും ആദിയുടെ ദേഷ്യത്തിലുള്ള ശബ്ദം അവിടമാകെ ഉയർന്നു കേട്ടിരുന്നു. നിനക്ക് അവളിൽ നിന്നും കേൾക്കണ്ട എങ്കിൽ ഞാൻ പറയാം. ഞാനാണ് ജേക്കബ്. അയാൾ അത് പറഞ്ഞപ്പോൾ തന്നെ ആദിക്ക് ഓർമ്മ വന്നത് അന്ന് മഞ്ജിമ ജേക്കബ് എന്ന പേര് പറഞ്ഞപ്പോൾ പേടിച്ചു വിറച്ചുകൊണ്ട് അവളെ നോക്കി വേണ്ടെന്ന് തലയാട്ടുന്ന സാറയുടെ മുഖമായിരുന്നു. അന്ന് ജേക്കബ് എന്ന പേര് കേട്ടപ്പോൾ തന്നെ സാറ ഇത്രമാത്രം ഭയപ്പെടണമെങ്കിൽ തീർച്ചയായും അവളുടെ ജീവിതത്തിൽ ഇയാൾ കാരണം എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ ശത്രുപക്ഷത്തായ മഞ്ജിമ തന്നെ ഇയാളെ എവിടേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഏഞ്ചലിനെ എന്നിൽ നിന്നും അകറ്റുക എന്ന് തന്നെ ആയിരിക്കും. ഓരോന്നും ആലോചിച്ചിരിക്കെ ആദിയുടെ മുഖവും പേശിയും ഒരുപോലെ വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു. രക്തവർണ്ണമായ കണ്ണുകളോടെ അവൻ അയാളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. നീ എന്നതാ കൊച്ചനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ദേ, ഈ പെണ്ണിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ അവളെ കാണാനും കൊണ്ടുപോകാനും മാത്രമാണ്. എൻ്റെ ഇച്ചായൻ്റെ കൊച്ചാണ് അവൾ. അപ്പോൾ പിന്നെ ഇച്ചായൻ ജീവിച്ചിരിപ്പില്ലാത്ത ഈ സമയം അവൾ എൻ്റെ കൂടെയല്ലേ ഉണ്ടാവേണ്ടത്? കൗശലത്തോടെ അയാൾ പറഞ്ഞു പൂർത്തിയാക്കിയപ്പോഴൊക്കെയും കേട്ടുനിന്ന രഘുരാമൻ്റെ മനസ്സിൽ പല കുബുദ്ധിയും തെളിഞ്ഞു വന്നു. അയാൾ അപ്പോൾ തന്നെ ജിത്തുവിനെ നോക്കി ഒന്ന് കണ്ണു കാണിച്ച ശേഷം വേഗം തന്നെ പുറത്തേക്കിറങ്ങി ആദിക്കരികിൽ പോയി നിന്നു. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അപ്പോൾ നിങ്ങൾ സാറയുടെ അമ്മാവനായി വരും. എന്തായാലും അമ്മാവൻ ഇത്രയും ദൂരം അവളെ കൊണ്ടുപോകാൻ വന്നതല്ലേ, എന്നാ കൊണ്ടുപോയിക്കോ. രഘുരാമൻ അത് പറഞ്ഞപ്പോൾ ആദ്യം അതേ കണ്ണുകളോടെ അയാളെ നോക്കിയതും അയാളൊന്ന് ഉമിനീരിറക്കിക്കൊണ്ട് പിന്നിലേക്ക് മാറി. ജിത്തു ആണെങ്കിൽ സിറ്റൗട്ടിലിരുന്നു കൊണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ അവരെ നോക്കിയിരിക്കുകയാണ്. ഇത്രയും കാലമില്ലാത്ത ഒരു സ്നേഹവും കൊണ്ടുള്ള നിങ്ങളുടെ ഇവിടേക്കുള്ള വരവിന് പിന്നിൽ ദേ ഈ നിൽക്കുന്ന ഡാഷ് മോൾ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ ഇവിടെ കിടന്ന് എന്ത് അഭിനയം കാഴ്ചവെച്ചിട്ടും ഒരു കാര്യവുമില്ല. ഏഞ്ചലിനെ നിങ്ങളുടെ കൂടെ വിടില്ല. കയ്യിലെ സിൽവർ ഇടിവള മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പുച്ഛത്തോടെ അവരെ മൂന്നുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടായിരുന്നു ആദ്യം അത് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മഞ്ജിമ ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. എല്ലാം ഇപ്പോൾ പൊളിയും എന്നാണ് തോന്നുന്നത്. അന്ന് ആദിയുടെ മുന്നിൽ വെച്ച് അവളോട് ഇയാളെപ്പറ്റി പറഞ്ഞതാവും എല്ലാത്തിനും കുഴപ്പമായത്. ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവളെ ഇയാൾക്കൊപ്പം പറഞ്ഞയക്കും? പലവിധത്തിൽ ചിന്തിച്ചുകൊണ്ട് മഞ്ജിമ അങ്ങനെ നിൽക്കവെയാണ് സിറ്റൗട്ടിലിരിക്കുന്ന ജിത്തുവിനെ കണ്ടത്. അപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഒരാശയം തോന്നി. അവൾ അപ്പോൾ തന്നെ ജേക്കബിൻ്റെ പിറകിൽ നിന്ന് ഫോൺ എടുത്ത് ജിത്തുവിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. സാറയെ കാണാൻ അർജൻറ്റായി ഒരാൾ വന്നിട്ടുണ്ട്. അവളോട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാൻ ആദി പറയുന്നു എന്ന് പറഞ്ഞ് രമാൻറ്റിയെ വിളിക്കേ. ഇങ്ങനെ മഞ്ജിമ മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ജിത്തു അത് കാണുകയും അവളെ നോക്കുകയും ചെയ്തു. അപ്പോൾ അവൾ അവനോട് ചുണ്ടനക്കിക്കൊണ്ട് വേഗം വിളിക്കുക എന്ന് കാണിച്ചതും ഒരു നിമിഷം എന്തോ ആലോചിച്ച് നിന്ന ജിത്തു പിന്നെ വേഗം തന്നെ രമയെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ദേവി കുളിക്കാൻ കയറിയത് കൊണ്ട് തന്നെ രമയായിരുന്നു സാറയ്ക്കടുത്തുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് താഴേക്ക് നടത്തിച്ചു. എവിടേക്കാ രമാൻ്റെ നമ്മൾ പോകുന്നത്? പതിയെ നടക്കുന്നതിനിടയിൽ സംശയത്തോടെ സാറ ചോദിച്ചു. അത് ആദ്യം ഇപ്പോൾ താഴെ നിന്ന് വിളിച്ചിരുന്നു മോളെ. നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട് എന്നും നിന്നെയും കൂട്ടി വേഗം താഴെ വാ എന്നും പറഞ്ഞു. അവളെ കയ്യിൽ പിടിച്ച് പതിയെ നടന്നുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ സാറയുടെ മേഖലയിൽ സംശയം നിറഞ്ഞു. ഇപ്പോൾ ആരാ എന്നെ കാണാൻ വരാൻ? ചിലപ്പോൾ മോഹനൻ അങ്കിളായിരിക്കും. വന്നിട്ട് കണ്ടില്ലല്ലോ. മഞ്ജിമയുടെ അച്ഛനാവും തന്നെ കാണാൻ വന്നത് എന്നോർത്തുകൊണ്ടവൾ സന്തോഷത്തോടെ താഴേക്കിറങ്ങി ചെന്നു. പതിയെ പുറത്തെ ഡോറിനരികിലേക്ക് നടന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ചിരിയോടെ കാൽ വെച്ച് എത്തിയ സാറ മുന്നിലുള്ള കാഴ്ചയിൽ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് തറഞ്ഞു നിന്നു.
ആദിയോട് എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്ന ജേക്കബിനെയും അവർക്കരികിൽ ഒരുതരം പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന മഞ്ജിമയെയും കാണവേ അവളുടെ ഉടൽ പോലും വിറച്ചുപോയി. ചലിക്കാൻ പോലും ആകാതെ ആകെ ഭയപ്പെട്ടുകൊണ്ടവൾ രമയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഇതേസമയം ദേഷ്യത്തിൽ ആദിയോട് എന്തോ പറഞ്ഞ് തർക്കിക്കുന്ന ജേക്കബിൻ്റെ ശ്രദ്ധ ഉമ്മറത്തേക്കെത്തിയതും അവിടെ രമയുടെ കയ്യിൽ പിടിച്ച് തന്നെ ഭയത്തോടെ നോക്കി നിൽക്കുന്ന സാറയെ അയാൾ കണ്ടു. കാലങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാൽ അയാളുടെ കണ്ണുകൾ ആർത്തിയോടെ ദൂരെ നിന്ന് തന്നെ അവളുടെ ശരീരത്തിലാകമാനം ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട സാറ വെറുപ്പോടെയും ഭയത്തോടെയും രമയുടെ പിറകിൽ പോയി നിന്നു. സാറമോളെ, ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടയാൾ അവൾക്കരികിലേക്ക് പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴായിരുന്നു ആദ്യം തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ അവിടെ രമയ്ക്ക് പിറകിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഭയത്താൽ അടിമുടി വിറച്ചു നിൽക്കുന്ന സാറയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. സാറമോളെ, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ, വാ മോളെ. ആർത്തി നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടു നനച്ചുകൊണ്ട് അയാൾ അവളെ കൈനീട്ടി പിടിക്കാൻ നോക്കുമ്പോഴേക്കും വേറൊരു കൈ വന്ന് സാറയെ നെഞ്ചോട് ചേർത്തിരുന്നു. ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയ ജേക്കബ് കാണുന്നത് സാറയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കത്തുന്ന കണ്ണുകളോടെ അയാളെ നോക്കി നിൽക്കുന്ന ആദിയെയാണ്. എൻ്റെ ഭാര്യയാണിവൾ, നീലേശ്വരത്തെ ആദിശേഷൻ്റെ ഭാര്യ. ഇവളെ തല്ലാനാണെങ്കിലും തലോടാനാണെങ്കിലും അതിൻ്റെ അവകാശം ഈ എനിക്ക് മാത്രമാണ്. അതുപോലെ എൻ്റെ അടുക്കൽ നിന്ന് കുറഞ്ഞ മണിക്കൂർ പോലും ഇവളെ അകറ്റി നിർത്താമെന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതവരുടെ വ്യാമോഹം മാത്രമായിരിക്കും. ആദിയുടെ വാക്കുകൾ അവിടമാകെ ഉയർന്നു കേട്ടപ്പോൾ ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു ജേക്കബും മഞ്ജുവും ജിത്തുവും രഘുവും ഒക്കെ. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? എടാ കൊച്ചനെ, ഇവളെ കാണാനും കൊണ്ടുപോകാനുമാണ് ജേക്കബ് ഇവിടെ വന്നതെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടേ പോകൂ. ജേക്കബ് ദേഷ്യത്തിൽ ആദിയെ നോക്കി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ ആദിയുടെ കയ്യിൽ നിന്നും കൊണ്ടേ പോകൂ, രമ ആത്മാ. ജേക്കബ് അതും പറഞ്ഞുകൊണ്ട് സാറയുടെ കയ്യിൽ പിടിക്കാനാനതും നിമിഷ നേരം കൊണ്ട് ആദി സാറയെ ഒരു കൈയാൽ ചുറ്റിപ്പിടിച്ച് മറു കൈകൊണ്ട് അയാളുടെ കൈ പിടിച്ച് പിറകിലേക്ക് തിരിച്ചിരുന്നു. ഒരലർച്ചയോടെ അയാൾ അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ആദിയുടെ കൈക്കരുത്തിന് മുന്നിൽ അയാൾക്കൊന്നും ചെയ്യാനാവുന്നില്ലായിരുന്നു. വയസ്സിന് മൂത്തതല്ലേ, കിളവനല്ലേ എന്ന് വിചാരിച്ച് വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും താൻ കളിക്കാൻ നിന്നാൽ അത് നോക്കി നിൽക്കാൻ തൽക്കാലം എനിക്കാവില്ല. ആദ്യം അതും പറഞ്ഞുകൊണ്ട് അയാളുടെ കൈ ഒന്നുകൂടെ മുറുകെ പിടിച്ച് പിടിവിട്ടപ്പോൾ ജേക്കബ് ദേഷ്യത്താലും വേദനയാലും കൈ കുടഞ്ഞു. എന്തു തന്നെ വന്നാലും, നിന്നെ കൊല്ലേണ്ട വന്നാലും ഇവളെ ഞാനിവിടെ നിന്ന് കൊണ്ടുപോയിരിക്കും. അയാൾ അതും പറഞ്ഞ് കലിയോടെ ആദിക്ക് നേരെ മുഷ്ടി ചുരുട്ടി പിടിച്ച് കൈ ഓങ്ങിയപ്പോൾ അവൻ സാറയെയും കൊണ്ട് ഒന്ന് നീങ്ങി ജേക്കബിൻ്റെ കുടവയറിൽ നോക്കി ചവിട്ടിയതും അയാൾ ഒരലർച്ചയോടെ ഉമ്മറത്ത് നിന്നും മുറ്റത്ത് നിൽക്കുന്ന മഞ്ജിമയുടെ കാൽക്കീയിലേക്ക് വന്ന് വീണിരുന്നു. ആ സമയം സാറ ആണെങ്കിൽ ഒന്നും കാണാൻ വയ്യെന്ന പോലെ പേടിയോടെ ആദിയുടെ ഷർട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങുകയായിരുന്നു. അപ്പോഴുള്ള അവളുടെ കരച്ചിൽ ആദിയുടെ ചെവിയിൽ പതിഞ്ഞപ്പോൾ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ടവൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവളുടെ അധരങ്ങളിൽ അവൻ്റെ അധരം ചേർത്ത് വെച്ച് അവളുടെ വേദനയെ അവൻ്റേതാക്കി മാറ്റിയിരുന്നു. അവൻ്റെ പ്രവൃത്തി കണ്ട് കിളിപോയ കണക്കെ ബാക്കിയുള്ളവരും, എന്തിനേറെ നിലത്ത് കിടന്ന് വേദനയോടെ ജേക്കബ് പോലും കണ്ണും തള്ളിക്കൊണ്ടായിരുന്നു നോക്കിക്കണ്ടത്.